ശ്രീ പാണ്ഡ്യാല ഷാജി, രാഷ്ട്രീയ പ്രതിയോഗികളാൽ കൊല്ലപ്പെട്ട വിഷ്ണുവിൻ്റെ കുടുംബത്തെ സഹായിക്കാൻ സ്വരൂപിച്ച 10 ലക്ഷം രൂപയിൽ 5 ലക്ഷമാണ് അമ്മയ്ക്ക് കൈമാറിയത്. ബാക്കി 5 ലക്ഷത്തിലായിരുന്നു തിരിമറി. തിരിമറി കണ്ടെത്തിയപ്പോൾ ലോക്കൽ സെക്രട്ടറിയെ തരം താഴ്ത്തി. പിന്നീട് സമ്മേളനം നടന്നപ്പോൾ ലോക്കൽ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്താൻ ശ്രമം നടന്നെങ്കിലും എതിർപ്പ് കാരണം ഉപേക്ഷിക്കുകയായിരുന്നു. അന്ന് പാർട്ടി നടപടി നേരിട്ട രവീന്ദ്രൻ ഇന്ന് CITU സെക്രട്ടറിയാണ്. അതിലുള്ള അമർഷമാണ് വിഷ്ണുവിൻ്റെ സഹോദരൻ വിനോദ് കുമാർ ഇന്ന് ജനം TV-യോട് തുറന്ന് പറഞ്ഞത്. ഫണ്ട് വെട്ടിക്കുന്നവർക്കും ഫണ്ടിൽ തിരിമറി നടത്തുന്നവർക്കും പാർട്ടിയിൽ സുരക്ഷിതവും സുഭദ്രവുമായ സ്ഥാനങ്ങൾ. ഇവരെ ചോദ്യം ചെയ്യുന്നവർ പടിക്ക് പുറത്തും. ഇതെന്തൊരു ഏർപ്പാടാണ് ശ്രീ പാണ്ഡ്യാല ഷാജി? മിസ്റ്റർ നമ്പ്യാർ, ഇതിലെ ഒരു വളരെ സുപ്രധാനമായ ഒരു വിഷയം ഏതാണ്ടൊരു 25 വർഷക്കാലത്തെ പിറകിലുള്ള അവസ്ഥയിൽ നിന്ന് വേണം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ ഒരു രാഷ്ട്രീയത്തെ നമ്മളിപ്പോൾ ഇന്ന് വിലയിരുത്തേണ്ടത്. 25 വർഷം കൃത്യമായി പറയാൻ 1/4 നൂറ്റാണ്ട്. അപ്പോൾ ഈ 1/4 നൂറ്റാണ്ട് കാലത്തെ പിറകിലുണ്ടായിരിക്കുന്ന ചരിത്രം എന്ന് പറയുന്നത്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചരിത്രം തിരുത്തി എഴുതുന്നത് യഥാർത്ഥത്തിൽ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പാർട്ടി സെക്രട്ടറി ആയതോടുകൂടിയാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന് ഈ വലിയൊരു ദുരന്തം സംഭവിക്കുന്നത്. ഇത്തരമൊരു ദുരന്തം സംഭവിക്കുന്ന അസ്ഥിവാരം ഒരുക്കുന്നത് എങ്ങനെയാണെന്നതിലാണ് പ്രാഥമികമായ ചോദ്യം. ആ ചോദ്യം എന്താണെന്ന് പറഞ്ഞാൽ, പാർട്ടിയിലേക്ക് കണ്ടമാനം ആളുകളെ പാർട്ടി മെമ്പർമാരായി കൊണ്ടുവരികയാണ്. ഇങ്ങനെ കണ്ടമാനം ആളുകളെ പാർട്ടി മെമ്പർമാരായി കൊണ്ടുവരുമ്പോൾ കൊണ്ടുവന്നിരിക്കുന്ന പാർട്ടി മെമ്പർമാർക്ക് യഥാർത്ഥത്തിൽ ക്വാളിറ്റി ഇല്ലാത്ത ആളുകളാണ്. ഈ ക്വാളിറ്റി ഇല്ലാത്ത ആളുകൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് ദീർഘകാലാടിസ്ഥാനത്തിൽ ഒരു അജണ്ടയായിരുന്നു. ആ അജണ്ടയുടെ ഫലം എന്താണെന്ന് പറഞ്ഞാൽ ഈ പാർട്ടിക്കകത്ത് സ്വയം വിമർശനം എന്ന് പറയുന്ന ഒരു സംഭവം ഇല്ലാതായി. രണ്ടാമത്തത്, ആത്മവഞ്ചന കാണിക്കുക എന്ന് പറയുന്ന സംഭവത്തോട് കാണിക്കുന്ന ചില നീതിബോധങ്ങളുണ്ട്. ആ നീതിബോധങ്ങൾ ഇല്ലാതായി തീർന്നു. അങ്ങനെ പൊതുവിൽ എന്തായി തീർന്നാൽ ഒരു സാധാരണ മനുഷ്യനെന്ന് പറയാവുന്ന എന്നുണ്ടായിരിക്കുന്ന എല്ലാ ധാർമ്മികതകളെയും എന്നേക്കുമായി ഇല്ലാതാക്കി കളയുന്ന, അറുത്തുമാറ്റിക്കളയുന്ന ഒരു സംഘടനാ രൂപീകരണം, ഒരു സംഘടനാ ക്രമീകരണമാണ് ഈ 25 വർഷക്കാലം കൊണ്ട് കേരളത്തിൽ വളരെ ഭംഗിയായി ഈ പറയുന്ന ഇപ്പോഴത്തെ കേരളത്തിലെ മുഖ്യമന്ത്രി പഴയ പാർട്ടി സെക്രട്ടറി ഇംപ്ലിമെന്റ് ചെയ്തത്. ഈ ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന് ഏറ്റവും ഭീകരമായ ഒരു ഉദാഹരണം, അത് പറഞ്ഞാൽ മറ്റു കാര്യങ്ങളിലേക്ക് കടക്കാം. ഏറ്റവും ഭീകരമായ ഒരു ഉദാഹരണം, നമ്മളിപ്പോൾ എക്സാലോജി കമ്പനിയുമായി ബന്ധപ്പെട്ട ഒരു വിഷയമുണ്ടല്ലോ. ഈ എക്സാലോജി കമ്പനിയുമായി ബന്ധപ്പെട്ട വിഷയം വന്നപ്പോൾ മുഖ്യമന്ത്രിയായ അന്നത്തെ പാർട്ടി സെക്രട്ടറി കൊടുത്തിരിക്കുന്ന അഡ്രസ്സ് ആരുടേതാണ്? ആ അഡ്രസ്സ് എന്ന് പറയുന്നത് AKG സെന്ററിന്റെ അഡ്രസ്സാണ് കൊടുക്കുന്നത്. AKG സെന്ററിന്റെ അഡ്രസ്സ് കൊടുത്തുകൊണ്ടാണ് കള്ളക്കമ്മട്ട കമ്പനി രൂപീകരിക്കാൻ അന്നത്തെ പാർട്ടി സെക്രട്ടറി അയാളുടെ മകളോട് ആവശ്യപ്പെടുന്നത്. ഈ ആവശ്യപ്പെടുന്ന ഒരു പ്രക്രിയ ആരംഭിക്കുന്നു എന്ന് പറയുന്ന അർത്ഥം എന്താണ്? 1 മിനിറ്റ്സിലും അത് രേഖപ്പെടുത്തിയിട്ടില്ല. ഒരു മിനിറ്റ്സിലും അയാൾ രേഖപ്പെടുത്തിയിട്ടില്ല. 1 മിനിറ്റ്സിലും അയാൾ രേഖപ്പെടുത്താതെ ഒരു പ്രവൃത്തി നടത്തുന്നു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? തൻ്റെ വ്യക്തിപരമായിരിക്കുന്ന ആഗ്രഹങ്ങൾ, ഇഷ്ടാനിഷ്ടങ്ങൾ നടപ്പിലാക്കാൻ മാത്രമുള്ള സംഗതിയുടെ ഭാഗമായി ഒരു കമ്മിറ്റിയെ അയാൾ പുനഃസംഘാടനം ചെയ്തു എന്നുള്ളതാണ്. ഞാൻ ഇതേ ജനം TV-യുടെ ഫ്ലോറിൽ ഇരുന്നിട്ട് ഞാൻ ഉന്നയിച്ചിരിക്കുന്ന ഒരു വിഷയമുണ്ട് ഇതിനകത്ത്. അത് BJP-യെ പ്രതിനിധീകരിച്ച് വന്നിട്ടുണ്ടായിരിക്കുന്നത് ശ്രീമാൻ JR ജയപ്രകാശ്, അദ്ദേഹമായിരുന്നു എൻ്റെ ഓർമ്മ, അദ്ദേഹമായിരുന്നു എനിക്ക് തോന്നുന്നത്. ഈ ചർച്ചക്കകത്ത് ഞാനൊന്ന് ഉന്നയിച്ച വിഷയമാണിത്. ഇത് ചർച്ച ചെയ്യപ്പെടാതിരിക്കണമെങ്കിൽ എന്ത് വേണം? പാർട്ടിക്കകത്തുണ്ടായിരിക്കുന്ന പാർട്ടി മെമ്പർമാർക്ക് യഥാർത്ഥമായിരിക്കുന്ന സാമാന്യ ബുദ്ധി ഇല്ലാതായി തീരണം. അതായത് കേവലമായിരിക്കുന്ന അടിമകളെ മാത്രമേ പാർട്ടി നിലനിർത്താൻ പാടുള്ളൂ. ഈ നിലനിർത്താൻ പാടുള്ളൂ എന്ന് പറയുന്ന അവസ്ഥയിൽ നിന്നുകൊണ്ട് വേണം ഈ പറയുന്ന തിരുവനന്തപുരത്തെ രക്തസാക്ഷിയുടെ ഫണ്ട് പോലും വെട്ടിക്കാനും ആ സംഭവത്തിനകത്ത് 10 ലക്ഷം രൂപ പിരിച്ച് 5 ലക്ഷം രൂപ സ്വന്തം പോക്കറ്റിലേക്കും 5 ലക്ഷം രൂപ അവർക്ക് കൊടുത്തു എന്ന് പറയുന്ന ഒരു വ്യാജ നിർമ്മിതിയെ ഉണ്ടാക്കുന്നു. നേരെ മറിച്ച് നിങ്ങൾ കണ്ണൂരേക്ക് തിരിച്ചു വരുമ്പോൾ സഖാവ് കുഞ്ഞികൃഷ്ണൻ ഉന്നയിച്ചിരിക്കുന്ന ഗുരുതരമായ ആരോപണം ഇത് തന്നെയാണ്. അപ്പൊ വ്യാപകമായ തോതിൽ പണമുണ്ടാക്കാനുള്ള ഒരു നിർമ്മാണ പ്രവൃത്തിയുടെ ഭാഗമായി രക്തസാക്ഷികളെ ഉപയോഗിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ വരുന്നൊരു പ്രധാനപ്പെട്ട ഒരു വിഷയമുണ്ട്. ഒരാൾ എങ്ങനെയാണ് ഒരാൾ മാർട്ടിയർ ആവുന്നത്?
മാർട്ടിയറാവുക എന്ന് പറഞ്ഞ അർത്ഥം എന്താന്ന് പറഞ്ഞാൽ അയാൾ സ്വന്തം ജീവൻ തന്റെ പ്രസ്ഥാനത്തിന് വേണ്ടി ബലി കൊടുക്കുക, ആത്മബലിയാണത്. ഈ ആത്മബലി നിർവഹിക്കുന്ന ഒരാളെ അയാളുടെ കുടുംബത്തെ പിന്നെ സംരക്ഷിക്കുക എന്നത് പാർട്ടിയുടെ രാഷ്ട്രീയവും ധാർമ്മികവുമായ ഉത്തരവാദിത്തമാണ്. ഈ രാഷ്ട്രീയവും ധാർമ്മികവുമായ ഉത്തരവാദിത്തം ഇല്ലാതാക്കുക എന്ന് പറയുന്ന ഒരു പ്രക്രിയ നടത്തുമ്പോൾ ആ പ്രക്രിയക്ക് നിങ്ങൾ ആരായി തീരുകയാണ്? വാസ്തവത്തിൽ ഒരൊറ്റ ഉദ്ദേശം മാത്രമേ ഉള്ളൂ. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും ജീവിക്കാൻ ആവശ്യമായിരിക്കുന്ന സംഘടനാ ക്രമീകരണവും അധികാര കേന്ദ്രീകരണവും നിർമ്മിക്കുകയും രൂപപ്പെടുത്തുകയും ചെയ്തിട്ടുള്ള ഉപാധി മാത്രമായി മറ്റൊരാളുടെ ജീവനെ നിങ്ങൾ അറുത്തുമാറ്റുകയോ കവർന്നെടുക്കുകയോ ചെയ്യുകയാണ്. അതർവൈസ് നിങ്ങൾ കേവലം ഒരു ബുച്ചറായി തീരുകയാണ്. ഈ ബുച്ചറായി തീർന്നിരിക്കുന്ന പണിയാണ് കണ്ണൂരിൽ നിരന്തരമായി ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയം. അതോടൊപ്പം തന്നെ തിരുവനന്തപുരത്തും ഉണ്ടാകും. ഞാനിപ്പോ ഇങ്ങനെ പറയുന്ന വലിയ സംഭവമായിട്ട് പറയുന്നുണ്ടല്ലോ, എന്റെ ഗ്രാമം പിണറായിലാണ്. ആളുടെ പേര് ഞാൻ പറയുന്നില്ല. രണ്ട് പ്രധാനപ്പെട്ട സംഭവങ്ങൾ ഇപ്പൊ ആളെ പേര് ഞാൻ പറയില്ല എന്ന് പറയുന്നത് മോശമാണെന്നുള്ളതുകൊണ്ടാണ്. രണ്ട് പ്രധാനപ്പെട്ട സംഭവങ്ങൾ, 2 കിഡ്നിയും തകർന്ന് ക്യാൻസർ വന്ന് 2 കിഡ്നി തകർന്നു പോയിരിക്കുന്ന ആൾക്ക് പിരിച്ചിരിക്കുന്ന ലക്ഷക്കണക്കിന് രൂപ മുക്കി. ഒരാൾ ചോദിക്കാനില്ല, പറയാനുമില്ല. ആ പേഷ്യന്റ് എന്താ, ആ പേഷ്യന്റ് അകാലത്തിൽ മരിച്ചു. സാധാരണ നിലയിൽ ഒരു കിഡ്നി പേഷ്യന്റ് വന്നു കഴിഞ്ഞാൽ എങ്ങനെ വന്നാൽ പോലും ഒരു 4, 5, 6 കൊല്ലം അവർ ജീവിച്ചു പോകും. പക്ഷേ 5, 6 കൊല്ലം പോലും ജീവിച്ചില്ല. ഏതാണ്ട് 1 വർഷക്കാലം കൊണ്ടാണ് ഈ കിഡ്നി പേഷ്യന്റ് മരിച്ചു പോയത്. രണ്ടാമത് വരുന്ന ഏറ്റവും ഭീകരമായ ഉദാഹരണം ഏതാ പറയുന്നത്, പിണറായിലുള്ള ഒരു ബാങ്കുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ആ വിഷയത്തിൽ ലക്ഷക്കണക്കിന് രൂപയാണ് പിന്നെ അതിനകത്ത് ഡെപ്പോസിറ്റർമാരടുത്ത് വാങ്ങിയത്. ഡെപ്പോസിറ്റർമാരടുത്ത് വാങ്ങിയിരിക്കുന്ന പണം എന്ത് ചെയ്തു എന്ന് പറയുന്നത്, ഡ്യൂപ്ലിക്കേറ്റ് ആയിരിക്കുന്ന സർട്ടിഫിക്കറ്റ് ആണ് കൊടുത്തത്. ആ ഡ്യൂപ്ലിക്കേറ്റ് ആയിരിക്കുന്ന സർട്ടിഫിക്കറ്റ് കൊടുത്തപ്പോൾ ആ കൊടുത്ത് റിസീവ് ചെയ്തു. ആ കുറെ കഴിഞ്ഞപ്പോൾ എന്താ പറഞ്ഞാൽ അവർക്ക് പണത്തിന്റെ ആവശ്യം വന്നപ്പോൾ ആ സർട്ടിഫിക്കറ്റ് മാറ്റി അവർ പണം പിന്നെ ഡെപ്പോസിറ്റ് പിൻവലിക്കാൻ വന്നപ്പോഴാണ് പിന്നെ സെക്രട്ടറി അന്തപ്പെടുകയാണ്. ഈ റെസീറ്റ് റെസീപ്റ്റ് ആരുതല്ല, ഞങ്ങളുടേതല്ല, എല്ലാത്തും റെസീപ്റ്റ് വരുന്ന ഒരു ചിത്രം ഉണ്ടാവുകയും ചെയ്തതോടുകൂടിയാണ് പ്രസിഡന്റ് അത്ഭുതപ്പെടുകയാണ്. എന്താണ് സംഭവിച്ചപ്പോൾ സംഗതി മനസ്സിലായി. അവസാനം അയാളെ ബാങ്കിൽ നിന്ന് നടപടിയെടുത്ത് പുറത്താക്കി. പക്ഷേ അയാളെ സംരക്ഷിച്ചത് ആരാണെന്നറിയോ? ഈ കേരളത്തിലെ മുഖ്യമന്ത്രിയാണ് സംരക്ഷിച്ചു എന്ന് മാത്രമല്ല, അതിന് പിന്നീട് എന്ത് ചെയ്തു, അയാളെ മറ്റൊരു സ്ഥലത്ത് കൊണ്ടുപോയി ജോലിയിൽ പ്രവേശിപ്പിച്ചു. ആ ജോലിയിൽ പ്രവേശിപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം അയാളെ വീണ്ടും ബാങ്കിനകത്ത് റീഇൻഡക്ട് ചെയ്ത് പിന്നെ അയാൾക്ക് മുഴുവൻ ആനുകൂല്യങ്ങളും കിട്ടി. അയാൾ ബാങ്കിൽ നിന്ന് സ്വാഭാവികമായിരിക്കുന്ന റിട്ടയർമെന്റ് വാങ്ങിയിട്ട് പുറത്തുപോയി. ഇന്നിപ്പോൾ അയാൾ ജോലി ചെയ്യുന്നത് എവിടെയാണെന്ന് പറയുന്നത്, ഇപ്പോഴും അയാൾ അദ്ദേഹത്തിന്റെ സുരക്ഷിതമായ പിന്നെ വലയത്തിനകത്ത് അയാൾ ജോലി ചെയ്യുകയാണ്. ഇതൊക്കെ നമ്മുടെ പിണറായിക്കാർക്ക് ന്യായമായി സാമാന്യമായിട്ട് അറിയാവുന്ന ഒരു വിഷയമാണ്. അപ്പൊ ഇത്തരം ഒരു വിഷയത്തിലേക്ക് നിങ്ങൾ കടക്കുന്നു എന്ന് പറയുമ്പോൾ ഇതിനൊറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ. ഈ കേരളത്തിലെമ്പാടും തന്നെ നടക്കുന്ന ഈ ഭൂമി കണ്ടിരിക്കുന്ന ഏറ്റവും വലിയ തല്ലിപ്പൊളികൾ, അസാൻമാർഗികൾ, സാമൂഹ്യദ്രോഹികൾ, ഈ സാമൂഹ്യദ്രോഹികളായിരിക്കുന്ന മുഴുവൻ ആളുകളെയും മേച്ചു കടക്കാനുണ്ടായിരിക്കുന്ന അധികാരം കിട്ടിയിരിക്കുന്ന ഒരാൾ മാത്രമായി ഈ കേരളത്തിലെ മുഖ്യമന്ത്രി മാറുകയാണ് ചെയ്തത്. അതിനർത്ഥം ഈ കേരളത്തിലെ മുഖ്യമന്ത്രിയെ വാസന എന്ത് ചെയ്യണമെന്നറിയോ? പൊതുജനം, ഇത് ഞാൻ എപ്പോഴും പറയുന്നതാണ്, പൊതുജനം തെരുവിലിട്ട് ചോദ്യം ചെയ്യേണ്ടതാണ് ഇയാളെ. പൊതുജനം തെരുവിലിട്ട് ചോദ്യം ചെയ്യേണ്ടത് ഇയാളെ. ചോദ്യം ചെയ്യാതിരിക്കാൻ മാത്രമുള്ള ആളുകളെ ശ്രേണീബദ്ധമായി നിർമ്മിക്കുന്നതിന്റെ ഭാഗമായാണ് ഈ പാർട്ടിക്കകത്ത് ഇയാൾ ചെയ്തിരിക്കുന്ന ഏറ്റവും വിചിത്രമായ സംഭവം. എല്ലാ ബ്രാഞ്ചുകളെയും അയാൾ ചെയ്തു വെച്ചാൽ ബ്രാഞ്ചുകളെ മുറിച്ചു മാറ്റി. അതായത് ഒരു ബ്രാഞ്ചിനെ മറ്റൊരു ബ്രാഞ്ചുമായിട്ട് ലയിപ്പിക്കുകയല്ല, വേറൊരു ബ്രാഞ്ച് അതിനകത്ത് തന്നെ ഉണ്ടാക്കുകയാണ് ചെയ്തത്. അങ്ങനെ ബ്രാഞ്ചുകൾ ഉണ്ടാക്കുന്നു, ലോക്കൽ കമ്മിറ്റി ഉണ്ടാക്കുന്നു, ഏരിയ കമ്മിറ്റികൾ ഉണ്ടാക്കുന്നു. ഇതിനനുസൃതമായിട്ട് എന്ത് വരുന്നു, മെമ്പർഷിപ്പുള്ള വർധനവ് ഉണ്ടാവുന്നു. ഈ വർധനവ് ഉണ്ടാകുമ്പോൾ അതിനനുസരിച്ച് ഡെലിഗേറ്റ്സിന്റെ എണ്ണം മാറുന്നു. അതിനകത്ത് വരുന്നവർ മുഴുവൻ തന്നെ അറിയാം, ക്വാളിറ്റി ഇല്ലാത്ത ആളുകളുടെ ഒരു വലിയ നിര തന്നെ ഈ പാർട്ടിക്കകത്ത് ഇയാൾ കൊണ്ടുവന്നു. ഈ പാർട്ടിക്കകത്ത് കൊണ്ടുവന്നതിന്റെ അനിവാര്യമായിരിക്കുന്ന ദുരന്തമാണ് വാസ്തവത്തിൽ. അതിന് ഒറ്റൊരു കാര്യം കൂടി അതിന്റെ പ്രൈമാവോഴ്സിൽ പറയാം, മിസ്റ്റർ നമ്പ്യാർ. കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയിൽ ഏറ്റവും അവസാനത്തൊരു വരിയുടെ ഏറ്റവും അവസാനത്തെ ഒറ്റ വരിയുണ്ട്. ആ വരി എന്താണെന്നറിയോ? സത്യം തുറന്നു പറയാനും ഞങ്ങളുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്താണെന്ന് തുറന്നു പറയാനും കമ്മ്യൂണിസ്റ്റുകാർ ആരെയും ഭയക്കുന്നില്ല. ഇതാണ് അവസാനത്തെ വരി. ഈ അവസാനത്തെ വരി വായിച്ചിരിക്കുന്ന ഏതെങ്കിലും ഒരുത്തൻ ആ പാർട്ടിക്കകത്ത് പാർട്ടി മെമ്പർ ആയിട്ടുണ്ട് എങ്കിൽ ആ പാർട്ടി മെമ്പർ എന്ത് ചെയ്യണം പറയോ? ആ പാർട്ടിക്കകത്ത് കലാപം ഉണ്ടാക്കണം. ആ കലാപം ഉണ്ടാക്കുന്നതിന്റെ ഭാഗമായി വന്നിരിക്കുന്ന കലാപത്തിന്റെ ആദ്യത്തെ വെടിയാണ് ഏറെ വൈകിയാണെങ്കിൽ പോലും കുഞ്ഞികൃഷ്ണന്റെ ഭാഗത്ത് ഇപ്പോൾ ഉണ്ടായത്, തിരുവനന്തപുരത്ത് ഇപ്പോൾ ഉണ്ടായതും ഇതിന്റെ തൊട്ട് പിറകെ ഉണ്ടായിരിക്കുന്ന അനുകരണങ്ങളാണെന്നുള്ളതാണ് ഇതിന്റെ ആദ്യ റൗണ്ടിൽ എനിക്ക് പറയാനുള്ളത്. മിസ്റ്റർ നമ്പ്യാർ. ഓക്കെ.